ക്രിസ്മസ് വിപണി കച്ചവടക്കാരെ ഒരിക്കലും നിരാശരാക്കാറില്ല. ഏതൊരു വിശേഷ ദിവസവും ആഘോഷമാക്കുന്ന മലയാളികൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ കാണുന്നതെല്ലാം വാങ്ങിക്കൂട്ടും. ഇത്തവണ ആവശ്യക്കാർ ഏറെയുള്ളത് ക്രിസ്മസ് ട്രീ ഒരുക്കാനുള്ള തോരണങ്ങൾക്കാണ്. സാധനത്തിന് ഡിമാൻഡ് കൂടിയതോടെ അവ എങ്ങും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. മാനാഞ്ചിറ മിഠായി തെരുവിലെ ക്രിസ്മസ് വിപണി ഇത്തവണയും സജീവമാണ്. ഈ മാസം 1-ാം തീയതി ആരംഭിച്ച വിപണിയിൽ ക്രിസ്മസ് അടുക്കുംതോറും തിരക്ക് കൂടി വരികയാണ്. ക്രിസ്മസ് അപ്പൂപ്പനും ട്രീയും തൊപ്പിയും സ്റ്റാറും പുൽക്കൂടുമെല്ലാം പതിവ് പോലെ ആകർഷണീയമായി ഇവിടെ ഉണ്ടെങ്കിലും ഇത്തവണ മിന്നും താരം ഈ തോരണങ്ങളാണ്. ക്രിസ്മസ് ആഘോഷങ്ങളിൽ ക്രിസ്മസ് ട്രീ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ്. വിപണികളിൽ അതുകൊണ്ട് തന്നെ അതിന് വലിയ ഡിമാൻഡുമുണ്ട്. എന്നാൽ ഇത്തവണ സ്ഥിതി അതല്ല. ക്രിസ്മസ് ട്രീ വിപണിയിൽ നിന്നും വാങ്ങാതെ സ്വന്തം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് പലരും. ട്രീ നിർമ്മിക്കുന്ന വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായതോടെയാണ് വീടുകളിൽ തന്നെ ട്രീ ഒരുക്കാനുള്ള ആഗ്രഹം പലരിലും ഉടലെടുത്തത്. 3 കമ്പുകൾ കൂട്ടിവെച്ച് അതിൽ തോരണങ്ങൾ ചുറ്റിയാണ് ട്രീ നിർമ്മിക്കുന്നത്. അതിനായുള്ള തോരണങ്ങൾ തേടിയാണ് ആളുകൾ വിപണിയിലെത്തുന്നത്. സാധാരണ എല്ലാ വർഷവും ക്രിസ്മസ് ട്രീ റെഡിമെയ്ഡ് മേടിക്കാറാണ്. ഈ പ്രാവശ്യം എല്ലാം നമ്മൾ സെപ്പറേറ്റ് തന്നെ മേടിക്കുക. ട്രീയും തോരണങ്ങളും ബലൂൺസും സ്റ്റാറും ബെൽസും എല്ലാം നമുക്ക് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കിട്ടി നമുക്ക് സ്വന്തമായിട്ട് പല ഫീറ്റിലുണ്ട്. 5 to 10 ഫീറ്റ് വരെയുള്ള ട്രീസ് നമുക്ക് കിട്ടാനുണ്ട്. അത് വാങ്ങി നമ്മൾ അസംബിൾ ചെയ്യാറ്. ഈ വർഷം നമ്മുടെ ഷോപ്പിലേക്കെല്ലാം നമ്മൾ അസംബിൾ ചെയ്തുകൊണ്ട് വെക്കുകയാണ്. എല്ലാ സാധനങ്ങളും സ്റ്റാറും എല്ലാം കിട്ടും. തോരണങ്ങൾ പച്ച, ഈ റെഡ്, ഗ്രീനൊക്കെ ഭയങ്കര ഡിമാൻഡ് എല്ലായിടത്തും തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം എല്ലാം നമ്മൾ ഹാൻഡ് മെയ്ഡ് തന്നെ, എല്ലാം നമ്മൾ ഉണ്ടാക്കി അസംബിൾ ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കുകയാണ് കൈയോടെ. വിപണികളിൽ ഇപ്പോൾ ഏറ്റവും ഡിമാൻഡും ഈ തോരണങ്ങൾക്കാണ്. പല കളറിലുണ്ടെങ്കിലും പച്ചയും സ്നോയുമാണ് മിക്കവരും തേടിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പലയിടങ്ങളിലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. ഈ പച്ചമാലയ്ക്ക് ഇവിടെ ഭയങ്കര ഡിമാൻഡ്, പച്ചക്കും സ്നോക്കും. അപ്പോൾ അത് ആൾക്കാർ ഇഷ്ടം പോലെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് കണ്ടമാനം സ്വന്തമായിട്ട് ട്രീകൾ ഉണ്ടാക്കിയിട്ട് ഒരുപാട് വിൽപ്പന നടത്തിയിട്ടുണ്ട്, വീടുകളിലായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു പച്ചമാലകളും അതിൻ്റെ പറ്റ സ്നോ മാലകളും. ഡിമാൻഡ് കൂടുന്തോറും സാധനത്തിന്റെ വില കൂടി വരുമെന്നൊരു തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 30-40 രൂപയ്ക്ക് കിട്ടിയിരുന്ന തോരണങ്ങളുടെ വില ഇപ്പോൾ പലയിടത്തും 60 രൂപ വരെ എത്തിയിട്ടുണ്ട്. ഞാനും എന്തായാലും കുറച്ച് തോരണങ്ങളും ബെല്ലും സ്റ്റാറും എല്ലാം വാങ്ങിയിട്ടുണ്ട്. അല്പം വൈകിയാണെങ്കിലും ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.